എന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്ത് ചെയ്യും ആതിര? നീ ഇതുവരെ റെഡിയായില്ലേ? എഴുതി ഇവളിപ്പോ പറയുന്നു വൃന്ദാവനത്തിലേക്ക് പോകുന്നില്ലെന്ന്. പോകുന്നില്ലെന്നോ? പിന്നെ പോവാതെ? ദേ, അച്ഛനും അമ്മയും അനൂപേട്ടനും എല്ലാവരും താഴെ നിപ്പുണ്ട് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി. നിന്നോട് ഞാൻ പറഞ്ഞതാ പോവണ്ട, ഇവിടെ നിൽക്കാൻ. അപ്പം നിനക്ക് നിർബന്ധം. നീ വാശി പിടിച്ചതുകൊണ്ടാ ഇവിടെ എല്ലാവരും സമ്മതിച്ചതും. എന്നിട്ടിപ്പം നീ പോകുന്നില്ല എന്ന് പറഞ്ഞ? ഒരു രാത്രി കഴിഞ്ഞപ്പോ തീരുമാനം മാറാനും മാത്രം എന്താ കാരണം? നീ എന്താ പോകുന്നില്ല തീരുമാനിച്ചേ? എടോ, താനിങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആയാലോ? താൻ പേടിക്കണ്ട, ഞാനായിട്ട് തന്നെ എല്ലാം ശരിയാക്കാം. നാളെ ആതിര അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതിന്റെ തിരക്കൊക്കെ കഴിയട്ടെ. അതുവരെ തന്നെ എനിക്ക് സാവകാശം താ. അത് കഴിഞ്ഞാൽ എത്രയും വേഗം നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ഞാനല്ലേ പറയുന്നേ. എന്താ ഞാൻ ചോദിച്ചാ നീ കേട്ടില്ലേ? എനിക്കിപ്പോ ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല. തോന്നുന്നില്ലെന്നോ? നിന്റെ തോന്നലിനനുസരിച്ചാണോ ബാക്കിയുള്ളവർ ഓരോന്നും ചെയ്യേണ്ടത്? നീ ഇവിടെ നിൽക്കുന്നത് തന്നെയാ ഞങ്ങൾക്കൊക്കെ ഇഷ്ടവും താല്പര്യവും. പക്ഷെ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നീ വരുന്നില്ലെന്ന് എങ്ങനെയാ അച്ഛനോടൊക്കെ പറയുന്നത്? അതുകൊണ്ട് വേഗം റെഡിയായിട്ട് താഴേക്ക് വാ. അവിടെ എല്ലാവരും നിന്നെ കാത്തിരിക്കാം. ചേച്ചി, ഇനി നീ ഒന്നും പറയണ്ട. സന്ദീപ്, നീ വാ. ആതിര വന്നോളൂ.